35 വർഷമായി തന്റെ കൂടപ്പിറപ്പുകളെ തിരയുകയാണ് ഒരു യുവാവ്. തലശ്ശേരി ഇല്ലിക്കുന്നിലെ സുബൈറാണ് ബാല്യകാലത്ത് നഷ്ടപ്പെട്ട തന്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ സഹായിക്കണമെന്ന ആവശ്യവുമായി മാധ്യമങ്ങളെ സമീപിച്ചത്. ജന്മന കേൾവിയും സംസാരശേഷിയുമില്ലാത്ത സുബൈറിനെ തലശ്ശേരി നഗരസഭാംഗമായ കെ അഷ്റഫാണ് ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. കുട്ടിക്കാലത്തെ അവ്യക്ത ചിത്രങ്ങളും ഭിന്നശേഷി കൂട്ടായ്മയും മാത്രമാണ് നിലവിൽ സുബൈറിന് തുണ. പിതാവിനൊപ്പം പള്ളിയിൽ പോയെന്നും അവിടെ ഉറങ്ങിപ്പോയെന്നും സുബൈർ ഓർമ്മിക്കുന്നുണ്ട്. ഉണർന്നു നോക്കിയപ്പോൾ പിതാവിനെ കണ്ടില്ല. ഒരാൾ കുട്ടിയെ സ്വന്തം കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ പിറ്റേന്നാൾ എത്തിയ പിതാവിനൊപ്പം തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീടൊരിക്കൽ സഹോദരനോടൊപ്പം ബസ് യാത്രക്കിടയിൽ വീണ്ടും സുബൈറിനെ കാണാതാവുകയായിരുന്നു. ഒറ്റക്കായത് കണ്ട പോലീസ് കോടതിയിൽ ഹാജരാക്കി. കോടതി നിർദ്ദേശപ്രകാരം തൃശൂരിലെ ജുവൈനൽ ഹോമിൽ പാർപ്പിച്ചു. പ്രായപൂർത്തിയായതോടെ തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിലെത്തി. 1999 അവിടെ നിന്നും വിട്ടയക്കപ്പെട്ട സുബൈർ തലശ്ശേരിയിൽ പലവിധ ജോലികളും ചെയ്തു ജീവിച്ചു. ആരോഗ്യമില്ലാത്ത യുവാവിനെ ഇല്ലിക്കുന്നിലെ ഒരു കുടുംബം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിലവിൽ ഈ കുടുംബത്തോടൊപ്പമാണ് താമസം. കൂലിപ്പണി ചെയ്താണ് ജീവിതം. ഇല്ലിക്കുന്നിലെ താമസത്തിനിടയിൽ കണ്ടുമുട്ടിയ പൊതുപ്രവർത്തകനും തലശ്ശേരി നഗരസഭാംഗവുമായ കെ അഷ്റഫാണ് സുബൈറിന്റെ ഇന്നലെകളും ഉറ്റവരെ തേടിയുള്ള അന്വേഷണവും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലെത്തിച്ചത്. സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇത്തരം വൈകല്യമുള്ള കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി വളരെ കാലമായി പ്രതിഫലിച്ച് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് വന്നിട്ടുള്ളതും ഞാൻ നിങ്ങളോട് സഹകരണമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളതും. ആ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കുകയും സൗജന്യമായിട്ട് നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹത്തിനൊരു വാർത്താ സമ്മേളനം നടത്താൻ നൽകിയതിൽ അദ്ദേഹത്തിന് നന്ദി പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. തുടർന്ന് എല്ലാ മാധ്യമങ്ങളിലും എല്ലാ മെയിനിലേക്കും ഇത് കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഒട്ടാകെ ലഭിക്കുന്ന തരത്തിലായാൽ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിപ്പിക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരനോ അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കളോ കുടുംബങ്ങളോ അനുബന്ധ കുടുംബങ്ങളെയോ ലഭിക്കുകയാണെങ്കിൽ ഈ യുവാവിന് ഏറ്റവും നല്ലൊരു തണലായി മാറും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ സുബൈറിനെ കൈവിടരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. ഭിന്നശേഷി രക്ഷാകർത്ത കൂട്ടായ്മയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അഷ്റഫ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.